ഹായ് കൂട്ടുകാരെ, രാവിലെ എഴുന്നേറ്റു, ദിനചര്യകളൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വെറുതെ റൂമിൽ ഇരുന്നപ്പോൾ തോന്നി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇതിനുമുമ്പ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ നവംബർ 21-ാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റിൽ കാലിന് ഫ്രാക്ചറായി. ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലാണ്. അപ്പോൾ ഞാൻ വീൽ ചെയറിലിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വീട്ടു ജോലികളിലൊക്കെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരുന്ന ഒരാളാണ് ഞാൻ. വീട്ടിൽ അത്യാവശ്യം കോഴി, ഡോഗ്സ്, പേർഷ്യൻ ക്യാറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത് ഞാനാണ്. അപ്പോൾ സമയം പോകുന്നത് അറിയത്തേ ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വീണ് ഒരേ കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാനിത് പറയാനും ഈ വീഡിയോ ചെയ്യാനും ഒരു റീസൺ കൂടിയുണ്ട്. ഇന്നലെ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, മമ്മ ഇവിടെ ഇരുന്നിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ മമ്മയുടെ വിചാരം മമ്മ ഒരു വലിയ യൂട്യൂബറാണെന്നാണ്. ആകെ 7 സബ്സ്ക്രൈബറും ഉണ്ട്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നാണക്കേടാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ഞാനങ്ങനെ ഒരു വലിയ യൂട്യൂബർ ആകാൻ വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല. നീ രാവിലെ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ 8 മണിയാകുമ്പോൾ കോളേജിൽ പോകും. അപ്പോൾ നഴ്സിങ്ങിന് പഠിക്കുവാണ്. വൈകിട്ട് 5 മണിക്കാണ് മടങ്ങി വരുന്നത്. അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നീ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ തനിച്ചല്ലേ, എനിക്ക് വല്ലാത്ത ബോറടിയാണ്. കുറച്ച് നേരമൊക്കെ ഞാൻ മൊബൈൽ നോക്കിയൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അത്രയും സമയം പോയി കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, ആദ്യമൊക്കെ സബ്സ്ക്രൈബറും വ്യൂവേഴ്സും ഒക്കെ കുറവായിരിക്കും, പിന്നെയൊക്കെയല്ലേ എല്ലാം ശരിയാവുന്നത് എന്ന് ഞാൻ അവളോട് പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പം ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഇപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നോക്കിയോ, നിങ്ങളൊക്കെ നോക്കിക്കോ, എനിക്കും അതുപോലെയൊക്കെ ആവും എന്ന് ഞാൻ അവളടുത്ത് പറഞ്ഞു. അപ്പോൾ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ പറ്റും, ഇതിനു മുമ്പൊന്നും വീഡിയോയിൽ ഒന്നും നോക്കിയാൽ അറിയാം, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിലൊന്നും ഞാൻ പറയാറില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടാറില്ല. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈ ചാനൽ കാണുന്നത് എങ്കിലും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനിതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാകണം. അതുപോലെ തന്നെ ക്രിസ്മസൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് കാണുമെന്ന് കരുതുന്നു. ന്യൂ ഇയറാണ് വരുന്നത്. എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലായിരിക്കും. എൻ്റെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഇപ്പോൾ ഇന്ന് ഈ വർഷം ഈ മുറിക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. പിന്നെ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. ഒപ്പം നല്ലൊരു ദിവസം കൂടി ഇന്ന് നേരുകയാണെന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.